ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ചിയ സീഡൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി മാംഗോ ചിയ സീഡ് പുഡിങ്ങിൻ്റെ ഇതായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രാവിലെയാണ്. അപ്പോൾ ഈ ഓവർനൈറ്റ് ഞാൻ 1 ഗ്ലാസ് പാലും 2 സ്പൂൺ ചിയ സീഡുമായിട്ട് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയുണ്ടെന്ന്. ഇതാ കുതിർന്ന് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേൻ ചേർക്കണം കേട്ടോ. മധുരത്തിൽ നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല, ഷുഗറാണ് എടുത്തത്. ഷുഗറല്ല, തേനാണ് കേട്ടോ എടുത്തേക്കണം. നമുക്ക് കുറച്ച് തേൻ, ഇത്രയും തേൻ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോർണിംഗ് കഴിക്കാനാണെങ്കിൽ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ രാവിലെ വെച്ചാലും മതിയാവും. രാത്രി ആകുമ്പോഴത്തേക്കും റെഡിയായി കിട്ടും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഹെൽത്ത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റായിട്ടൊരു സാധനമാണിത്. പിന്നെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ ഇഷ്ടം മാതിരി കിട്ടും. ഇത് അൽഫോൺസ മാങ്ങയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കണം. അപ്പോൾ നല്ല പഴുത്ത അൽഫോൺസ മാങ്ങയാണ് ഈ അരിഞ്ഞ് വെച്ചത്. മധുരം ഉണ്ടോ നോക്കട്ടെ. മതിയോ? മധുരം മതിയോ? മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് നോക്കിയാലോ ബാക്കി. അപ്പോൾ നോക്കി പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഈ കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പിലേക്ക് ആദ്യം കുറച്ച് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് മാങ്ങ, മാങ്ങ ഇങ്ങനെ അരിഞ്ഞിടുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞിട്ടേക്കണേ. ഇനി അടുത്ത ലെയറിൽ നമ്മൾ വീണ്ടും ചേർത്തിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് വേറെ സീഡ്സ്, മറ്റേ ഡ്രൈഡ് സീഡ്സ് കിട്ടുവാണെങ്കിൽ അതും വേണേലും ഇതിൻ്റെ മേലിലിടാൻ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പോലെ. എൻ്റെ കയ്യിലുള്ളത് ഇത്രയാണ്, ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.